ജ്യോതിയുടെ ആങ്ങളെയാന്നും പറഞ്ഞ് ജീവനോടെ വന്നു കയറിയ പിന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അമ്മ ഒരു കാര്യം ചെയ്, ഒരു നല്ല മാസ്ക് വാങ്ങിച്ചിട്. അമ്മയുടെ പ്രശ്നം നാട്ടുകാരമ്മയുടെ മുഖം കാണുന്നതല്ലേ. പറ്റുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ട. എന്താടാ ഒരു മുന വെച്ചൊരു സംസാരം? പിന്നല്ലാതെ അമ്മ എന്താ ഈ ചെയ്തു കൂട്ടുന്നേ? അമ്മേ, ജ്യോതിയുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. അതിന്റെ പേരിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ജ്യോതിയെ താഴ്ത്തി കെട്ടുന്നു. ആ കുടുംബം എന്തോ മഹാഭാവം ചെയ്തതുപോലെ അമ്മ പെരുമാറുന്നത്. ആരാ ഇപ്പൊ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നേ? അത് വേണ്ടമ്മേ. ജ്യോതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുന്നു അമ്മ വ്യാഖ്യാനിക്കണ്ട. ഞാൻ ഇന്നോ ഇന്നലെ ഒന്നുമല്ല സുജാത ആന്റിയുടെ കുടുംബം കാണാൻ തുടങ്ങിയത്. ഫീസ് അടയ്ക്കാനും മറ്റും കൃത്യമായി എൻ്റെ കയ്യിൽ കാശില്ലാതിരുന്നിരുന്ന സമയത്ത് അവർ കോടീശ്വരന്മാരായിരുന്നു. അതൊന്നും മറന്ന് പെട്ടെന്ന് എനിക്ക് അമ്മ പറയുന്ന സബ് കളക്ടർ ആവാൻ പറ്റില്ല. മനു, അച്ഛൻ എന്ത് തോന്നിയാലും കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തിന് ഇപ്പോഴത്തെ പ്രശ്നം അമ്മ എന്ത് കാര്യത്തിനും ജ്യോതിയുടെ കുടുംബത്തിലേക്ക് നോക്കുന്നു എന്നതാ. ആരെങ്കിലും വരുന്നതോ പോകുന്നതോ ഒന്നും അല്ല. അതാണ് അമ്മ ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഓ, ഞാൻ നിന്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ നടത്തിയെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ അമ്മ ജ്യോതിയെ നോക്കി നോട്ടം കണ്ടോ? അതിന്റെ അർത്ഥം ഇതൊക്കെ ജ്യോതി നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാ. എനിക്കറിയാം അച്ഛാ, ഇതെങ്ങനെയാ പരിഹരിക്കാന്ന് എനിക്കറിയില്ല. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ തീർക്കണമല്ലോ. മോളെന്താ ഒന്നും പറയാത്തേ? ഞാൻ എന്താ അച്ഛാ പറയേണ്ടത്? പെണ്ണ് അഭിപ്രായം പറയേണ്ടവളല്ല, അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടവളാണെന്ന് ആരെങ്കിലും പറഞ്ഞ എന്റെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. എന്നെ എല്ലാവരുടെയും നടുവിൽ കൊണ്ടുവന്നിരുത്തും. പറയാനുള്ള അഭിപ്രായങ്ങൾ ഉറക്കെ പറഞ്ഞോളാൻ പറയും. പെൺകുട്ടികൾ അങ്ങനെ വളരണമെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ അമ്മ പറഞ്ഞതൊക്കെ തെറ്റാ. അടുക്കള തന്നെ മതി, പെണ്ണിനെ വിധിച്ചതാ. അമ്മയുടെ ഈ പെരുമാറ്റം കാരണം അയാളോടൊന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. അച്ഛാ, അച്ഛനൊന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഒരു ബഹളത്തിന് എനിക്ക് താല്പര്യമില്ല. അഥവാ ഒരു ബഹളം ഉണ്ടായാൽ തന്നെ ഒറ്റ തവണയുണ്ടാവും. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും.